വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും അതുല്യമായ സ്നേഹത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സംബോധന ചെയ്യുകയാണ്. परमेश्वर की अति पवित्र के नाम की स्तुति हो और वापस आने वाले हमारे यीशु मसीह के नाम से आप सभी को मेरा सादर प्रणाम करना चाहता हूँ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതായ പോർഷൻ എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. और आज का अध्ययन के लिए हमने जो लिया है लूकोस के किताब 15वां अध्याय के बारे में हमने ली गई है. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ശിഷ്യത്വത്തിന് ഉള്ള വിലയെ പറ്റി പറയുന്നുണ്ട്. और ये जो लेखन शुरू करने से पहले यीशु मसीह अपने शिष्य लोग से शिष्यत्व के बारे में या दासत्व के बारे में परमेश्वर उनको बताते हैं. അവിടെ ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടതായ വിലകളെ പറ്റി കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. और चेले लोग के बारे में परमेश्वर वो जो क्या कीमत देना पड़ती है उसके बारे में परमेश्वर अपने चेले लोग से कहता है. അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലെ നമ്മുടെ സമ്പത്തുകള് സമയം ഒക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് പറയുന്നുണ്ട്. और 16वां अध्याय में लूकोस के 16वां अध्याय में परमेश्वर यीशु मसीह ने हमारा धन संपत्ति, हमारा समय, हमारा जो भी कुछ है हम कैसे उपयोग कर सकते हैं उसके बारे में बताते हैं. ഇതിന് രണ്ടിനും മധ്യേ ഉള്ളതായ ഒരു പോർഷനാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അവിടെ 3 ഉപമകളാണ് പാപികളെ പറ്റിയും ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയും കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. और ये अध्याय हमने जो पढ़ा है 15वां अध्याय, ये दोनों के बीच में वाला एक अध्याय है जिसके बारे में परमेश्वर पापियों के बारे में और 3 दुष्टांत के बारे में यीशु मसीह बताते हैं. പാപികളുടെ 3 അവസ്ഥകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 ഉപമകളിൽ നമുക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. और पापियों का 3 अवस्था के बारे में इस 3 दुष्टांत के विषय से हम सीख सकते हैं और हम देख सकते हैं. ഒന്ന് വഴിതെറ്റിപ്പോകുന്ന ഒരു ആടിനോട് പാപിയെ ഉപമിച്ചിട്ടുണ്ട്. और पहला बात है कि एक रास्ता भटक के जाने वाले एक भेड़ के साथ में एक पापियों का जो विषय को परमेश्वर ने जोड़ लिया है. രണ്ടാമത് പാപിയെ പറ്റി ഉപമിച്ചിരിക്കുന്നത് ഇരുട്ടിലും മണ്ണിലും കളഞ്ഞു പോയതായിരിക്കുന്ന ഒരു നാണയത്തെ പോലെയാണ്. और दूसरा एक पापियों के विषय में परमेश्वर बात करते हैं कि वो अंधकार में और मिट्टी धूल मिट्टी में वो मिल चुका है, खो गया है, वैसा एक पापी के बारे में. മൂന്നാമത്തെ ഉപമയിൽ നമ്മൾ കാണുന്നത് പിതാവിനോട് മറുതലിച്ച് ദൂരത്തേക്ക് പോയിരിക്കുന്നതായ ഒരു മുടിയനായ പുത്രനോട് കൂടിയാണ് പാപിയെ ഉപമിച്ചിരിക്കുന്നത്. और तीसरा है एक पिता से मुंह मोड़कर दूर चले जाता है, ऐसा एक उखड़ा हुआ पुत्र के बारे में एक पापियों के विषय में यीशु मसीह पर बात करते हैं. എന്നാൽ ഇവിടെ 3 പേര് ഇതിനെ അന്വേഷിച്ചിറങ്ങുന്നതായ കാത്തിരിക്കുന്നതായ 3 പേരെ പറ്റി പറയുന്നുണ്ട്. അത് ത്രിയേക ദൈവത്തിന്റെ ഒരു ഉപമ തന്നെയാണ്. और यहाँ पर एक 3 व्यक्तियों के बारे में रुक कर देखकर उनका जो रास्ता देखकर रुकने वाले 3 व्यक्तियों के बारे में यहाँ पर बताते हैं, सीखते हैं. वो स्वयं त्रिएक परमेश्वर के बारे में हम पढ़ते हैं. ആടിനെ പറ്റി അന്വേഷിച്ചിറങ്ങുന്ന ഇടയൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദീപം കൊണ്ട് വിളക്കുകൊണ്ട് നാണയത്തെ അന്വേഷിക്കുന്നതായ സ്ത്രീ പരിശുദ്ധാത്മാവ് സഭയിലൂടെ പ്രവർത്തിക്കുന്നതിന്റെ ഉപമയാണ്. വീട്ടിൽ കാത്തിരിക്കുന്നതായ പിതാവ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഉപമ തന്നെയാണ്. और ये जो 3 दुष्टांत है, हम पहला दुष्टांत में जो भेड़ को देखने के लिए जाते हैं और खुशी से वापस आते हैं, वो हमारा यीशु मसीह के बारे में दर्शाती है. और दूसरा है जो स्त्री जो है वो दीप जलाकर उस सिक्के को ढूंढते हैं, वो पवित्र आत्मा जो सभा में कार्य करने वाले उसके बारे में हम दर्शाते हैं. और तीसरा है जो बेटा के लिए जो रुकता है, वो पिता हमारा पिता के बारे में दर्शाती है. അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തില് ഭാവികളായ നമ്മുടെ അവസ്ഥയും ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയും ചിന്തിക്കാം. और जल्दी से ही हम पापियों का अवस्था और परमेश्वर के प्रेम के बारे में हम देख सकते हैं. ഒന്നാമതായിട്ട് നഷ്ടപ്പെട്ടു പോയ കാണാതായി പോയ ഒരു ആടിനെ പറ്റിയാണ് പാപിയോട് ഉപമിച്ചിരിക്കുന്നത്. और सबसे पहला है जो खो गया हुआ या जो बिछड़ गया हुआ एक भेड़ के बारे में पापियों के रीति में बताते हैं. നമ്മൾ മത്തായി സുവിശേഷം 9-ാം അധ്യായം അതേപോലെ തന്നെ മത്തായി സുവിശേഷം 12-ാം അധ്യായം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ആട് എന്ന് പറയുന്നത് ഒരു ഇടയനില്ലെങ്കിൽ വഴിതെറ്റി പോകുന്നതും സ്വയം അപകടത്തിൽ പെടുന്നതുമായ
ഒരു മൃഗത്തോട് ഉപമിച്ചിട്ടുണ്ട്. और ये जो भेड़ है मत्ती की किताब 9 और 12 में ये सब भेड़ है, उसके बारे में हम देखते हैं कि वो एक अनजान एक जानवर है, वो कैसे भी किधर भी भटक जाता है, उसके बारे में हम समझते हैं और पढ़ते हैं. ഇവിടെ നമ്മളെ സ്വയം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് സ്വയമേ അറിവില്ലാത്തവരും നമ്മൾ സ്വയമേ പറഞ്ഞാൽ മനസ്സിലാകാത്തവരും വഴിതെറ്റിപ്പോകുന്നവരും സ്വയമായിട്ട് അപകടത്തിൽ ചെന്നുവിടുന്നതുമായ നമ്മുടെ ഒരു അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. और ये हमारा अवस्था को दर्शाती है, बताती है कि हम कितने बार बोले तो हम उस बात को समझते नहीं है, सुनते नहीं है, हम ग्रहण नहीं करते हैं और वापस जाकर उसी खड्डे में हम गिर जाते हैं. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പറ്റി പറയുന്നത് ലോകത്തിൽ ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ്. और जो पौलुस हमारा प्रेरित पौलुस 1 कोरिन्थियों 1 अध्याय के 26 से 28 वाक्य में पौलुस यही कहते हैं कि हम परमेश्वर ने जो मूर्ख लोगों को चुन लिया है कि उसके कार्य में काम आ जाए. റോമാലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മള് ഈ ലോകത്തിൽ ബലഹീനരായിരുന്ന അശക്തരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയമേ രക്ഷിക്കാൻ കഴിയാത്തതിനായ ഒരു അവസ്ഥയിലാണ് ദൈവം നമ്മളെ രക്ഷിച്ചത് എന്നുള്ളതാണ്. और पौलुस प्रेरित पौलुस रोमियो के 5वां अध्याय के 6 में भी यही बताते कि हमको ना ताकत थे, बिन ताकत जानवर जैसे हम थे, उनको परमेश्वर ने ताकतवर बनाया. ഇന്ന് ഇങ്ങനെ ഉള്ളവർ നമ്മുടെ മധ്യം ഉണ്ടെങ്കിൽ, നമ്മളെ ദൈവം രക്ഷിച്ചു, എന്നാൽ ഇന്ന് ഇങ്ങനെയുള്ളവർ നമ്മുടെ മധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സമീപനം അവരോട് എങ്ങനെയായിരിക്കും? നമ്മൾ പറയും, ബ്രദറെ ഇവനോടൊന്നും എത്ര പറഞ്ഞിട്ടും മനസ്സിലാകത്തില്ല, തലയിലോട്ട് കയറുന്നില്ല, സ്വയമേ പിന്നെയും ചെല്ലുക, നമ്മൾ ഇനി ഇതിന്റെ പുറകെ നടക്കണ്ട എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. अगर हमारे विषय में अगर परमेश्वर यीशु मसीह इस अवस्था में हमसे इस बात को पूछेंगे तो आप मुझे कहेंगे कि अरे मेरे प्रिय भाई, हम कितने बार इस भाई या बहन को कितने बार समझाए, कितने बार बोले, परंतु ये सुनता नहीं है, बार बार जो भी करता है अपने उसी बातों में, रीति में, खड्डे में गिर जाता है. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് ഇവരോട് സമീപിച്ചത്? കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്ന ഉപമയിൽ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു അതിനെ അന്വേഷിച്ച് നടന്ന് അതിനെ സ്വയമേ വിളിച്ചോണ്ട് വന്നു എന്നല്ല, അതിനെ തോളിലേറ്റിക്കൊണ്ട് വന്നു. കാരണം അത് സ്വയമേ നടന്നു വരുവാനതിന് കഴിയത്തില്ല, അതിനെ സ്വയമേ തോളിലേറ്റിക്കൊണ്ട് വന്നു എന്നാണ് നമ്മളിവിടെ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. परंतु हमारा यीशु मसीह क्या कहते हैं कि हमारा यीशु मसीह कहते हैं कि वो जाकर ढूंढ कर उस भेड़ को वापस ले आता है, परंतु उसको चलने नहीं हो रहा है, परंतु उसको अपने खांधे पर रख कर उठाकर लेकर आते हैं. ഈ ഒരു സമീപനമാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പറ്റിയും ബാക്കി ഇതേപോലെയുള്ള സഹോദരന്മാരോട് നമ്മൾ പെരുമാറേണ്ടതായിട്ട് പ്രതീക്ഷിക്കുന്നത്. അവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെങ്കിൽ അവരെ തോളിലേറ്റിക്കൊണ്ട് നമ്മൾ വരണം. അതാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ. और यही परमेश्वर का आत्मा और परमेश्वर हमसे यही चाहता है कि प्रिय भाइयों बहनों की हम उस भाई और बहन के पास जाकर बोलना है. हम कितने बार भी कहेंगे कि उस भाई बहन सुनते नहीं है, परंतु नहीं सुनेंगे तो भी उससे हम अपने खांधे के ऊपर लेकर आना जरूरी है. वो परमेश्वर हमसे चाहते हैं. ഇത് വളരെ അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ജെയിംസ് ചാപ്റ്റർ 5:19-20 നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ, സത്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ അവനെ തിരിച്ചു മടങ്ങിക്കൊണ്ടുവരാനാണ് യാക്കോബ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. और इस कारण से याकूब जो 5वां अध्याय के 19 से 20वां वाक्य में कहते हैं कि अगर कोई भाई ऐसे भटक जाता है तो उसको वापस लेके आना हमारा कर्तव्य है. ऐसे ही परमेश्वर का इच्छा है. അപ്പോൾ ഒന്നാമത്തെ ഒരു പാപിയുടെ അവസ്ഥയും നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയവും നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ഉപമയിലേക്ക് നമുക്ക് വേഗം തരാം. और पहले हम दृष्टांत में परमेश्वर का हृदय और पापी का अवस्था के बारे में हमने देखा है. चलो हम दूसरा दृष्टांत में हम जल्दी जाएंगे. ഇവിടെ ഒരു ജീവനില്ലാത്തതായ ഒരു കോയിന്, അതിന് മൂല്യമുണ്ട് എങ്കിലും അതിന് ജീവനില്ല. ആടിനൊന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്ന് ചിന്തിക്കാമായിരുന്നു. ഇവിടെ യാതൊന്നും ചെയ്യാൻ കഴിയാത്തതായ ഒരു കോയിനോടാണ് ദൈവം പാപികളെ ഉപമിച്ചിരിക്കുന്നത്.
और देखिए दूसरा दृष्टांत में एक सिक्का है, जो सिक्का जीवित नहीं है परंतु उसका एक मूल्य है परंतु जीवित नहीं है। इस सिक्के के बारे में भी परमेश्वर एक पापी का अवस्था को वो उनसे जुड़ाते हैं। अगर भेड़ है तो भेड़ किधर उसको जीवी है, वो कहां पर भी जाकर वो जी सकता है, परंतु परमेश्वर इस सिक्का के बारे में भी एक पापी को संबंधित किया है। എന്നാൽ ഇവിടെ നമുക്ക് തന്നെ അറിയാം, ഈ കോയിൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇരുട്ടത്താണ്. അത് ഭൂമിയിൽ, അത് മണ്ണിനോട്, അന്നൊക്കെ മണ്ണ് കൊണ്ടുള്ള ഫ്ലോറുകളാണ്, അത് ആ ഫ്ലോറിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇരുട്ടത്തും മണ്ണിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായ ഒരു കോയിൻ. और हम पढ़ते हैं कि ये जो सिक्का है अंधकार में, अंधेरे में और मिट्टी में वो घूम गया है, खो गया है, क्योंकि वो समय का जो घर होता है वो मिट्टी का बनाया हुआ फ्लोर है। കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, നമ്മളെയും അന്ധകാരത്തിന്റെ അധിപതിയുടെ കീഴിൽ നിന്ന്, അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്നുള്ളതാണ്. और कोलोसियंस 1:13 में हम पढ़ते हैं कि परमेश्वर का वाक्य कहता है कि हमको भी उस अंधकार के राज्य में से खींच कर निकाले हुए हैं। നമ്മളും ഇതേപോലെ ഈ കോയിനെ പോലെയായിരുന്നു. നമ്മളും അന്ധകാരത്തിലായിരുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ തന്നെ അന്ധകാരമായിരുന്നു എന്നുള്ളതാണ്. और एफेसियन 5:8 में स्वयं कहते हैं कि हम ही खुद अंधकार थे। എസക്കേലിന്റെ പ്രവചന പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തില് എസക്കേലിനോട് ഈ കിടക്കുന്ന അസ്ഥികളെ കണ്ടുകൊണ്ട് ദൈവം ചോദിക്കുന്നത്, ഇവയ്ക്ക് ഇനിയും ജീവിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയായിരുന്നു നമ്മൾ പാപികളായ നമ്മുടെ അവസ്ഥ. और जो एसकेल के किताब में 37 में हम पढ़ते हैं कि जो परमेश्वर का आत्मा एसकेल से पूछते कि क्या ये जो सूखी हड्डी वापस जीवित हो सकता है, वैसे ही सूखी हड्डी के समान भी था हमारा जीवन। എന്നാൽ ഇവിടെ ഒരു സ്ത്രീയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. ഈ സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്. ഈ സഭയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. और ये स्त्री है, स्त्री के द्वारा स्त्री एक सभा को दर्शाती है और स्त्री के द्वारा पवित्र आत्मा काम कर रहे हैं, वैसा हम यहाँ पर देख सकते हैं। ഇവിടെ 2-3 കാര്യങ്ങൾ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, അവരൊരു വിളക്ക് തെളിയിച്ചു. और यहाँ पे 2 या 3 बात उस स्त्री के बारे में बताते हैं कि पहला है अपना दीप जलाया। ഒന്ന്, ദീപം എന്തിനെ കാണിക്കുന്നു എന്ന് നമ്മൾ സാധാരണ പറയും. സങ്കീർത്തനം 119-ന്റെ 105, സാംസ് 119, 105 അനുസരിച്ച് ദൈവത്തിന്റെ വചനം ഒരു ദീപമാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ശരിയാണ്. और भजन संगीता में 119 के 105 में हम पढ़ते हैं कि जो परमेश्वर का वचन हमारे पैरों के लिए दीप है, वो सही है, परंतु മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് നമ്മുടെ സൽപ്രവർത്തികൾ തന്നെയാണ് ദീപം എന്നുള്ളത്. और मत्ती की किताब 5वां अध्याय के 13 में हमारा स्वयं प्रवृत्ति ही हमारे पैरों के लिए दीप है, ऐसे मत्ती की किताब में वो कहते हैं। ഇതാണ് കൂടുതൽ സ്വീകാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 15 നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ലൂക്കോസിന്റെ സുവിശേഷം 14-ഉം ശേഷം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം വാക്യവും വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ധാരാളം വാക്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. और जब भी हम पहले ही इस शुरुआत करने से पहले मैंने कहा कि लूक के 14 और 16 जब भी आप पढ़ोगे 15वां अध्याय जो मत्ती के किताब का 5 से लेके 7वां का पूरा एक सारांश इस 15वां अध्याय में लिखा गया है। അപ്പൊ ആ ഒരു ലൈൻ ഓഫ് തോട്ടിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന നമ്മളാകുന്ന വെളിച്ചം, നമ്മളിലാകുന്നതായ സൽപ്രവൃത്തികളുടെ വെളിച്ചമാണ് നമ്മൾ സഭയായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് പാപികളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നാമത് ചെയ്യേണ്ടത്. और वैसे ही मत्ती के किताब में 5वां अध्याय के 13 से जब हम पढ़ते हैं तो वही जो हमारा सल प्रवृत्ति, जो हम जो कार्य करते हैं, वही कार्य उसको दर्शाती है और कलीसिया के साथ हम दूसरों को कैसे हम दिखाते हैं उसके बारे में हम पढ़ सकते हैं। അപ്പൊ ഒന്നാമത് ദീപം തെളിച്ചു എന്ന് മാത്രമല്ല, അവിടെ എല്ലാം ചൂലുകൊണ്ട് വൃത്തിയാക്കുന്നതായ വീടാണ് ചൂലുകൊണ്ട് വൃത്തിയാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. और पहला सिर्फ दीप नहीं जलाते हैं, दूसरा और घर पर वो झाड़ू लगाते हैं। ये झाड़ू कहाँ लगाते हैं? अपने स्वयं घर पे लगा रहे हैं।
അത് നമ്മുടെ സഭയിൽ ഒന്ന് നമ്മൾ പുറത്തുള്ളവർക്കുള്ളതായ പ്രവൃത്തി, സൽപ്രവൃത്തികൾ, അകത്ത് നമ്മൾ പരിശുദ്ധമായ ഒരവസ്ഥ. ആ അവസ്ഥ എന്ന് പറയുന്നത് 1 തിമോഥെയോസ് 4:1-5 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ദുരുപദേശത്തിൽ നിന്നെല്ലാം മാറ്റം വന്ന് നല്ല ക്ലീൻ ആയിട്ടുള്ള ജീവിതത്തിലും ഉപദേശത്തിലും ഒരുപോലെ സഭയെയും ശുദ്ധി വരുത്തുക, പുറത്ത് സൽപ്രവൃത്തികൾ ചെയ്യുക. ഇത് രണ്ടും ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നതായ കാര്യമാണ്. और जो पहला तिमोथियुस में हम पढ़ते हैं कि जो बाहर हम सल प्रवृत्ति करें और कलीसिया के अंदर हमें पवित्रता को बनाए रखे, वही इस वाक्य से कहते हैं कि जब भी आप झाड़ू मारते हो, झाड़ू मतलब कलीसिया के अंदर आप पवित्रता रखते हो, और जो सल प्रवृत्ति है, अच्छे काम है, वो आप बाहरी लोगों के साथ में आप करते हो. ഇവിടെ നമ്മൾ ഒരു ചോദ്യം ഉയർത്തും, എത്ര കാലം നമ്മളിങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യണം? കാരണം നമ്മുടെ മിഷണറിമാരൊക്കെ ഇവിടെ വന്നിട്ട് സ്കൂളുകൾ തുടങ്ങി, ഹോസ്പിറ്റലുകൾ തുടങ്ങി, എത്ര കാലം ഇനിയും നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യണം ഈ ഒരു നാണയത്തെ നമുക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടി? अगर आप ऐसा एक प्रश्न पूछ सकते हैं कि हम कितने साल या कितने समय तक मैं ये अच्छा कार्य को करते जाऊं, हमारे क्रिश्चियन मिशनरीज आके कितने कितने हजारों साल तक वो अच्छे काम करते गए, और हम पूछें कि ये जो सल प्रवृत्ति है, अच्छे कार्य हमें कितने साल तक करते जाऊं. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 15-8 പറയുന്നത് അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് പൂർണ്ണമായിട്ട് ഉണ്ടാകുന്നിടം വരെ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കണമെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. और लूकोस के अध्याय 15 के 8वां अध्याय में हम पढ़ते कि जब तक वो मिल नहीं जाता है तब तक आप उसको खोजते रहो. उसका अर्थ है कि जब तक आपको इसका हल या फल नहीं मिल जाता है, आप तब तक इस प्रवृत्ति, ये कार्य को आपको करते ही रहना है. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6-9-10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തക്ക സമയത്ത് ദൈവം അതിന് പ്രതിഫലം ചെയ്യും. നമ്മളത് മടുത്തു പോകാതെ നിന്നു പോകാതെ ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. और इसके लिए जो हमारा प्रेरित पौलुस जो है गलातियंस के अध्याय के 6 के 9 से लेकर जब भी हम पढ़ते हैं, उसको कहते हैं कि आपका जो अच्छे काम है उसको रोकना नहीं, उसको स्वयं चालू ही रखना है. അപ്പൊ ഒന്നാമത്തെ പാരബിളിൽ നമ്മൾ കണ്ടതായ പാപി എന്ന് പറയുന്നത് ഈ അറിവില്ലാതെ എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ അപകടത്തിൽ പെടുന്നതായ പാപി. രണ്ടാമത്തെ ഇതിൽ പറയുന്നത് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയാതെ അന്ധകാരത്തിലും പൊടിയിലുമായിരിക്കുന്ന മനുഷ്യൻ. और जो हम 2 दृष्टांत पढ़े हैं, पहला दृष्टांत में है जो नहीं समझने वाला, ना बुद्धि वाला, जो ज्ञान नहीं है, बुद्धि नहीं है, वैसा एक पापी, और दूसरा है हम कुछ नहीं कर पाते हैं, वैसे ही उस अवस्था में पड़े रहने वाला एक पापी. ഇനി മൂന്നാമത്തെ ഉപമയിലേക്ക് വരുന്നുടനെ നമ്മുടെ എല്ലാം നിഗളത്തിന്റെ, അഹങ്കാരത്തിന്റെ മറ്റൊരു വശം കൂടെ കാണിക്കുന്നുണ്ട്. അറിവില്ലായ്മയുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയത്തില്ല, പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മുടെ നിഗളത്തിന് യാതൊരു കുറവും ഇല്ലെന്നുള്ളതാണ് മൂന്നാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. और जब भी हम तीसरा दृष्टांत में हम आते हैं, उस घमंड के, हमारे घमंड के बारे में बताते हैं. पहला तो हमें उस बुद्धि नहीं है, हम एक बिना बुद्धि जीवी है, और दूसरा हमारे से कुछ कार्य नहीं हो सकता है. तीसरा ये सब नहीं है तो भी हमारा घमंड में हम कभी कमी नहीं करते हैं. ഇവിടെ മുടിയനായ പുത്രൻ പിതാവിനോട് പറയുന്നത് എനിക്കുള്ളതൊക്കെ തന്നേരെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ അവന് പിതാവിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻസ്, പിതാവിൽ നിന്ന് മാറി താമസിക്കണം, എനിക്ക് സ്വയമേ ജീവിക്കണം എന്നുള്ള ചിന്തയാണ് ഒന്നാമതവന്. यहाँ पे देखो, उखड़ा हुआ जो पुत्र है, वो पुत्र अपने पिता से कहते कि जो भी कुछ मेरा हिस्सा है मेरा दे दो, मुझे आपसे अलग रहना है. ऐसा एक अलग रहने के लिए, एक इंडिपेंडेंट रहने के लिए वो लड़का है अपना बेटा चाहता है. 15:13 വരുന്നുണ്ടേ അവൻ പിതാവിൽ നിന്ന് അകലെ പോയി എന്നാണ് പറയുന്നത്. പിതാവിൽ നിന്ന് വേർപെട്ടു എന്ന് മാത്രമല്ല, എത്രയും ദൂരം പിതാവിൽ നിന്ന് അകലെ പോകാമോ അത്രയും ദൂരം അവൻ അകലെ പോവുകയാണ്. और जो 15-13 में हम पढ़ते हैं कि वो पिता से जितने दूर जा सकते हैं उतना दूर वो चला गया. അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിൽ പറയുന്നത് അവന്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. और दूसरा वाक्य में हम पढ़ते कि उसके बाद जो भी कुछ था, जितना भी धन संपत्ति था, वो उसने पूरा नष्ट कर दिया. 13-ാം വാക്യത്തിൽ പറയുന്നത് നാനാവിധമാക്കി കളഞ്ഞു. ഒരുപക്ഷെ നമ്മളിപ്പം പറയായിരിക്കും, നമ്മളാരും ഇതേപോലൊന്നും അല്ല സഹോദര, ഇത് നമ്മളെ പറ്റി പറയേണ്ട കാര്യമില്ല, ഇത് ബാക്കിയുള്ളവരെ പറ്റി ആയിരിക്കും എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും.
और हम इस 13 के अध्याय में वाक्य में पढ़ते हैं कि उसने सब कुछ लूट लिया, नष्ट कर दिया। परंतु अभी आप वाक्य पढ़ने के समय आप मुझसे ऐसे कह सकते हैं कि भाई ये मेरे बारे में लिखा नहीं है, मैं इस लड़का के या उकड़ा हुआ पुत्र के समान नहीं हूं। എന്നാൽ ഇതേ വാക്ക് തന്നെ നാനാവിധമാക്കി കളഞ്ഞു എന്നുള്ള വാക്ക് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഉപമയിലെ കാര്യസ്ഥനെ പറ്റി പറയുന്നത് അവനും സമ്പത്ത് നാനാവിധമാക്കി കളഞ്ഞു. ഇതേ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. और हम लूकोस के अध्याय 16 में भी आएंगे तो यही जो वाक्य है, उन्होंने पूरा धन संपत्ति को नष्ट कर दिया, वही वाक्य हम वहां पर भी पढ़ सकते हैं। അപ്പൊ സ്റ്റിവാർഡിനെ പറ്റി പറയുമ്പോഴും അവൻ ഇത് നാനാവിധമാക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ മുടിയനായ പുത്രന്റെ സെയിം വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. और यहाँ पर वो जो कार्यस्थल है या स्टीवर्डशिप है, उसके बारे में जब भी आप पढ़ते हैं, वही वाक्य जो कि नष्ट कर दिया, वही बताते हैं। ഇവിടെ അവൻ ചെയ്യാതിരുന്നതായ കാര്യമെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാതിരുന്നു എന്നുള്ളത് മാത്രം ആണ് അവന്റെ പ്രധാനപ്പെട്ടതായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. और यहाँ पर सबसे उनका बड़ा मुख्य प्रश्न ये था कि वो दूसरों को मदद नहीं किया, वही उसका बड़ा एक विषय है। ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് പറഞ്ഞപ്പോൾ പരീശന്മാർ കർത്താവിനെ കളിയാക്കി ചിരിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി കർത്താവ് വീണ്ടും ഒരു ഉപമയും കൂടെ പറഞ്ഞു കൊടുത്തു. और 16 का 14 में हम जब पढ़ते हैं तो जब भी फारिसी लोग ने इसको बात को सुना तो ये देखकर हंसने लगा, तो परमेश्वर यीशु मसीह ने एक और दृष्टांत उनके सामने रख लिया। അത് ധനവാനായ ഒരു മനുഷ്യന്റെ ഉപമയാണ് കർത്താവായ യേശു ക്രിസ്തു 16-ാം അധ്യായം 19 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്. और 16 का 19वां वाक्य में से एक धनवान मनुष्य के बारे में विषय में वो वहां पर परमेश्वर यीशु मसीह उनको बताते हैं। ഈ ധനവാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ये जो धनवान व्यक्ति ने क्या गलती किया? അവൻ ആരുടെ നിന്നും പിടിച്ചു പറിച്ചിട്ടില്ല, അവന് ആർക്കും ഉപദ്രവം ചെയ്തതായിട്ട് ഒന്നും ഇവിടെ പറയുന്നില്ല. और ये धनवान व्यक्ति ने ना किसी को मारा, ना पीटा, ना किसी का लूटा, ना उसने कुछ गलत काम नहीं किया। അവൻ ആകെപ്പാടെ ചെയ്തത് അവന് വേണ്ടി മാത്രം ജീവിച്ചു എന്നുള്ളതാണ്. और सिर्फ यही गलती उन्होंने किया था कि वो सिर्फ अपने आप के लिए, स्वार्थता के लिए वो जिया। അതാണ് അവന്റെ തെറ്റ്. അവൻ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അവന്റെ തെറ്റ്. और वही उसका गलती है, क्योंकि उसने कुछ भी नहीं किया, अपने स्वार्थता के लिए वो जिया। ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ സമയത്തിന്റെ കാര്യത്തിലാണെങ്കിലും കഴിവിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സ്വത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ നമുക്ക് വേണ്ടിയാണ് എല്ലാം ഉപയോഗിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി 15-ാം അധ്യായത്തിലെ മുടിയനായ പുത്രനെ പോലെ തന്നെയാണ്. और इसके लिए यही गलती हम भी कभी करते हैं कि हम अपना जो स्वार्थता के लिए हमारा समय, हमारा धन, हमारा जो भी कुछ है, हम हमारे लिए उपयोग करते हैं। अगर हम दूसरों के लिए उपयोग नहीं कर पाते हैं तो हम भी वही पापी बन जाते हैं जो धनवान व्यक्ति के बारे में जो 16 के अध्याय में लिखा है, वैसे हम भी बन जाते हैं। ഇവിടെ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മറ്റേ ധനവാന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ ലാസറസ് എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത്, ആ ദരിദ്രനായ ലാസറസ് എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത്, അതുകൂടെ നമുക്ക് നോക്കാം. और देखिए, मैं ये एक और विषय बोलकर, वाक्य बोलकर मैं समाप्त करना चाहता हूँ, क्योंकि मैंने ये धनवान व्यक्ति के विषय में लिया है। इस कारण से लासर ने क्या अच्छा काम किया कि वो उसको अच्छा कहते हैं कि चलो हम देखते हैं लासर ने क्या किया है। അവിടെ ലാസറിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, അവന്റെ പേരൊഴിച്ച് ബാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പേരിന്റെ അർത്ഥം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ലാസർ എന്ന പേരിന്റെ അർത്ഥം ദൈവം എന്റെ സഹായം എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് അവൻ അത്ര ദരിദ്രമായ അവസ്ഥയിലായിരുന്നിട്ടും ദൈവത്തെ തന്റെ ശക്തിയാക്കി. അതാണ് അവന്റെ വിജയം. देखो, लासर के बारे में यहाँ पर ज्यादा कुछ लिखा नहीं है, बताया नहीं, सिर्फ उनका नाम ही लिखा है लाजर। ये लासर का अर्थ ये है कि स्वयं वो बोलते कि इतना दरिद्र अवस्था में पड़ने के बाद भी, इतना गरीब अवस्था में पड़ने के बाद भी वो कहता है कि परमेश्वर यीशु मसीह मेरा सहायता है, मेरा दृढ़ स्थान है। सिर्फ वो उस लाजर का नाम का अर्थ है। അപ്പൊ നമ്മളെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിയനായ പുത്രനെ പോലെ തന്നെയാണ്. और हम एक बात में या एक अर्थ में अगर हम आपको समझाए या बताए तो हमें ये उकड़ा हुआ पुत्र के समान है। എന്നാൽ 15-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് പറയുന്ന അവൻ സ്വന്തം ബോധത്തിലേക്ക് വന്നു. അതുപോലെ നമ്മൾ നമ്മുടെ സ്വന്തം ബോധത്തിലേക്ക് വരണം.
देखो 15 का लूका 15 का 17 में हम पढ़ते हैं कि वो अपने ही सुबोध में आ गया। അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് ചെന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന പോർഷനാണ്. അതുകൊണ്ടും രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഇവിടെ പറയുന്നത് ഇവൻ തിരിച്ച് പിതാവിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പിതാവ് ഓടി വന്ന് അവനെ രണ്ട് കൈ കൊണ്ടും സ്വീകരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണാൻ. और देखिए ये इसके बारे में हम पढ़ते कि वो उखड़ा हुआ पुत्र को वापस से बोध आ गया, उसको वापस समझ आ गई। वैसे ही समझ हमको भी आना है, क्योंकि हम वचन पढ़ते कि जब उस व्यक्ति को उखड़ा हुआ पुत्र को समझ आया तो अपने पिता के पास दौड़ कर चला गया। तो पिता ने क्या किया, अपना दोनों हाथ को वहां पर देखकर उसको गले लगाकर उसको वापस से स्वीकार दिया। ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത് ഏറ്റവും മേൽത്തരമായ വസ്ത്രം അവന് കൊടുത്തു. ആദാം പാപം ചെയ്തപ്പോൾ എങ്ങനെ നഗ്നനായി തീർന്നു, എന്നാൽ തിരിച്ചു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവൻ ഏറ്റവും മേൽത്തരമായ വസ്ത്രം കൊടുത്ത് അവന്റെ ആദാമിൽ വന്നതായ ആ നഗ്നത ദൈവം അങ്ങ് മറക്കുകയാണ്. और देखिए इसके 22वां वाक्य में कहते हैं कि वो उसको सबसे अच्छा वस्त्र पहना दिया, क्योंकि आदम के पाप के बाद आदम ने पाप कर कर वो नंगा होने के बाद देखिए परमेश्वर यीशु मसीह हमको उनके पास जब भी आते हैं तो सबसे अच्छा श्रेष्ठ कपड़ा वस्त्र हमको वापस पहना लेते हैं। അവന്റെ കയ്യിൽ ഒരു മോതിരം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 42-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മോതിരം എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ ചിഹ്നമാണ്. അവനെ വിശുദ്ധി ധരിപ്പിച്ചു, അവൻ അധികാരം ദൈവം കൊടുക്കുകയാണ്. और देखिए हम वापस पढ़ते हैं कि वो पिता ने उस बेटे के हाथ में अंगूठी भी डाल दिया। अंगूठी हम उत्पत्ति के किताब में पढ़ते हैं, अंगूठी एक अधिकार को दर्शाती है, अधिकार बताते हैं कि वही परमेश्वर यीशु मसीह हमको बताते हैं कि हमको एक विशुद्धि रूप में उन्होंने अपने को वस्त्र पहनाया और एक अधिकार का अंगूठी भी परमेश्वर ने हमारे हाथ में दे दिया। അവന്റെ കാലിൽ ചെരുപ്പിടുകയാണ്. അത് നമുക്കറിയാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അറിയാം, ഇത് സുവിശേഷത്തിന്റെ ചെരുപ്പാണ് അവന് കൊടുക്കുന്നത്. और एफेशियंस के अध्याय 5वां अध्याय में जब हम पढ़ते हैं तो हमें समझ में आता है कि उनको पैर में एक चप्पल या उनको पहनने के लिए एक चप्पल भी दे दिया। उस चप्पल का अर्थ ये है कि जो सुसमाचार का ये जो चप्पल है उसके पैरों में भी पहना दिया। അത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത് ഏറ്റവും മേൽത്തരമായ ഒരു കാളക്കിടാവിനെ അർപ്പിക്കുകയാണ്. ഈ കാളക്കിടാവ് എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ അറിയാം, ലേവ്യര് പുരോഹിതന്മാര് തെറ്റ് ചെയ്യുമ്പോൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ പുരോഹിതന്മാര് തെറ്റ് ചെയ്യുമ്പോൾ അർപ്പിക്കുന്നതാണ് ഈ കാളക്കിടാവ്. അത്തരം ഒരു കാളക്കിടാവിനെ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സന്തോഷിക്കുകയാണ്. ചെയ്യാന്ന് പറയുമ്പോൾ ഇവനെ പൗരോഹിത്യ സ്ഥാനത്തേക്കും തിരിച്ചെടുത്തിരിക്കുകയാണ്. और देखिए वही नहीं जो 23वां वाक्य में हम पढ़ते हैं कि पिता ने कहा कि सबसे बड़ा जो बछड़ा है उसको तैयार करो। वो तैयार कर देखो, वहां पर सब आनंद मना रहे हैं। लेविया के किताब में जब भी हम पढ़ते हैं इतना मोटा एक बछड़ा अगर कोई बलि चढ़ाते हैं तो लेवी के उस स्थान पर वो पाप जब भी करते हैं तो तभी आप इतना मोटा बछड़ा चढ़ाते हैं। परंतु देखो यहाँ पर परमेश्वर ने हमको एक पुत्रता का एक अधिकार दी गई है कि इसके लिए उन्होंने इतना मोटा बछड़ा काट कर वो वहां पर आनंद मना रहे हैं। ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫുൾ റിസ്റ്റോറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഫുൾ റിസ്റ്റോറേഷൻ. അവന്റെ നീതി, അവന്റെ അധികാരം, അവന്റെ സ്ഥാനം എല്ലാം ദൈവം അവന് തിരിച്ചു കൊടുക്കുകയാണ്. देखिए यहाँ पर एक वाक्य में हम कहेंगे तो वापस से पुनरुत्थान या वापस से आपको पुनरुत्थान कर दिया, कि वापस से आपको रिस्टोर कर दिया, वापस आपको बना लिया कि आपका जो स्थान है, आपका मान है, आपका अधिकार है, आपका जो भी कुछ है वापस से रिस्टोर कर दिया है। എത്ര വിശാലമായ ഹൃദയമാണത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനുള്ളത്. ഈ ഒരു ഹൃദയമാണ് നമുക്കും വേണ്ടതായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. देखिए कितना बड़ा विस्तार वाला हृदय है हमारा यीशु मसीह का हृदय। वैसे ही हृदय, वैसे ही दिल हमारे पास भी होना चाहिए। എന്നാൽ നമ്മൾ യഥാർത്ഥത്തില് ഈ പലപ്പോഴും മൂത്ത മകന്റെ അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ വീടിന് പുറത്താണ്. അതായത് ഒരാളെ തിരിച്ച് റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഇവൻ ഇന്നലെ വരെ കറങ്ങി നടന്നിട്ട് അവൻ തിരിച്ചു വന്ന് ഇപ്പൊ തേണ്ട അവനെ ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇതിപ്പോ നമ്മൾ ഇത്രയും കാലം ഇവിടെ വന്നിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ എന്നോർത്ത് ആ മൂത്ത പുത്രനെ പോലെ കംപ്ലൈന്റ് ചെയ്യുന്നവരാണ് നമ്മൾ.
कभी कभी हम भी ऐसे उनका जो बड़ा बेटा है उसके समान हो जाता है कि कभी हम उस अपने छोटे भाई को जब रिस्टोर कर देते हैं, उस कलीसिया में वापस लेके आते हैं, हम भी ऐसे कुड़कुटा करते हैं कि मैं इतने साल घर के अंदर होने के बाद भी मुझे क्या लाभ हुआ, मुझे क्या अच्छा हुआ। देखो ये जो व्यक्ति है सब छोड़ के जाने के बाद वापस आ गया तो उसको इतना बड़ा आनंद बना रहे, सब कुछ कर रहा है। അവന്റെ മൂത്ത മകന്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനം അവൻ പറയുന്നത്, എന്നാൽ എന്റെ ചെങ്ങാതികളുമായി ആനന്ദിക്കേണ്ടത് നീ എനിക്ക് ഒരിക്കലും ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല എന്ന് പറയുന്നത്. എന്റെ ചെങ്ങാതികളുമായിട്ട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനുമായിട്ട് അവൻ ആനന്ദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും അവനൊരു സന്തോഷമില്ലായിരുന്നു. അവനും വേണം പുറത്തുപോയി ചെങ്ങാതികളുമായിട്ട് ആനന്ദിക്കാൻ. അതാണ് അവന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ. देखिए ये बड़ा भाई का एक जो परेशानी ये बताते हैं कि वो अपने पिता से कहता है 29वां वाक्य में कहते हैं कि क्योंकि अब तक तो आपने एक बकरी का बच्चा भी मुझे नहीं दिया कि मैं मेरे दोस्तों के साथ जाकर आनंद मनाऊं, परंतु उसका पिता का आनंद उसके साथ में था, परंतु वो कहता कि मुझे दोस्तों के साथ आनंद मनाने के लिए आपने कुछ भी नहीं दिया है। നമ്മൾ ദൈവത്തോട് സന്തോഷമുള്ളവരാണെങ്കിൽ, നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷമുള്ളതാണെങ്കിൽ നമ്മുടെ സഹോദരൻ മടങ്ങി വരുമ്പോൾ നമ്മളും ദൈവത്തോടൊപ്പം അവന് വേണ്ടി സന്തോഷിക്കും. अगर हम परमेश्वर के नियम या परमेश्वर के साथ हम आनंद मनाते हैं, तो अगर मेरा भाई हमारा भाई जब भी कलीसिया में वापस आता है तो हम उनके साथ मिलकर आनंद मनाएंगे। അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥയും നമ്മൾ ഇന്ന് നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് ഈ 3 ഉപമകളിലൂടെ നമ്മൾ സ്വയമേ ചിന്തിക്കേണ്ടതാണ്. इसके मेरे प्रिय भाइयों बहनों, हमारा अवस्था हमें जांचना है कि हम इस 3 दृष्टांत के बारे में हमने सीखा है, पढ़ा है, हम कैसे इस 3 दृष्टांत से हम कैसे हमारी इस अवस्था को हम दूसरों के साथ बांट सकते हैं, हम क्या कर सकते हैं। ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ആടിനെ പോലെ വഴിതെറ്റി പോകുന്നവരെ നമ്മൾ ചുമലിലേറ്റി തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിച്ച് നമ്മൾ ചുമലിലേറ്റി തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. कितना भी बोलो तो समझ में नहीं आता है, बुद्धि नहीं है, कितना भी बोलो तो नहीं समझने आने वाले वैसे व्यक्तियों के पास जाकर उनसे बात कर कर अपने खांधे पर बिठाकर परमेश्वर के सन्निधि में लेके आना जरूरी है। എന്നാൽ അത് മാത്രമല്ല, ഇരുട്ടിലും പൊടിയിലും കിടക്കുന്നവരെ അവര് തിരികെ നമുക്ക് കിട്ടും വരെയും നമ്മൾ സൽപ്രവൃത്തികളിൽ, നമ്മൾ വിശുദ്ധിയിലും പ്രവർത്തിക്കേണ്ടതാണ്. और वही नहीं, क्योंकि कितने लोग हैं अंधकार में और धूल मिट्टी में पड़े हैं, वैसे लोगों को भी सल प्रवृत्ति अच्छे कार्य कर कर और कलीसिया के अंदर पवित्रता को बनाए रखकर हम उस लोगों को भी ढूंढना है, स्वीकारना है। മടങ്ങി വരുന്നവരെ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും അവരെ ഇരു കൈകൊണ്ട് സ്വീകരിച്ച് ദൈവങ്ങളെ അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ മുടിയനായ പുത്രനെ നമ്മളെ എല്ലാം ദൈവം യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ തന്നെ. और कैसे जो उखड़ा हुआ पुत्र के समान हमको भी करना है, कितना भी बड़ा पाप किया हो, कितना भी जो भी कुछ किया हो, परंतु हमारे इस दोनों हाथ से हमको स्वीकारने के लिए और वापस से उनको पुनरुत्थान करने के लिए, वापस से उनको रिस्टोर करने के लिए प्रभु हमको सहायता करे। ഒരുപക്ഷെ നമ്മളിവിടെ പറയായിരിക്കും, ഇതൊക്കെ ബ്രദറെ നമുക്ക് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഇത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ഒരുപക്ഷെ പറയുമായിരിക്കും. अगर आप इस बात को आप कह सकते कि मेरे प्रिय भाई, हम ऐसा इतना बड़ा कार्य हम हमारे जीवन में हम नहीं कर सकते हैं। അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം ഈ ഉപമ പറയുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ കൊടുക്കേണ്ടതായ വിലയെപ്പറ്റി പറയുന്നത്. അവിടെ പറയുന്നത്, ഓരോരുത്തൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരാത്ത ഒരുത്തനും എന്റെ ശിഷ്യനായിട്ടിരിക്കാൻ ഒക്കത്തില്ല എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. और इस कारण से यीशु मसीह को पता था ऐसा एक प्रश्न हमारे बीच में भी आ सकता है। इस कारण से ये दृष्टांत शुरू करने से पहले यीशु मसीह ने अपने शिष्य लोग से ये कहा कि अपना अपना क्रूस उठाकर मेरे पीछे नहीं हो चलते हैं, तो इस कारण से आप ये कार्य को नहीं कर सकते। इस कारण से आपको मेरा चेला बनना है तो आपको एक मूल्य, आपको एक कीमत देनी पड़ती है। അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിച്ച് നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടവരോട് നമുക്ക് ദൈവസ്നേഹം പ്രദർശിപ്പിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ആ വെളിച്ചം ലോകത്തിന് കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
इस कारण से प्रभु आप सभी को सहायता करें कि परमेश्वर ने जो हमको दी गई है ये उत्तरदायित्व और जिम्मेदारी से हम इस जिम्मेदारी को लेते हुए हम जितने लोग भी यहाँ पे नष्ट हुए हैं जा रहे हैं उसके सामने जाकर इस जीवन का ज्योति और मार्ग को दिखाकर हम सभी को परमेश्वर के सन्निधि में लाए, परमेश्वर के लिए महान कार्य करें। इसके लिए हम प्रार्थना करते हैं कि हमारे पूरे भाइयों बहनों को परमेश्वर आप सभी को बहुतायत से आशीर्वाद करे। आमीन। आमीन।